ആയിരങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ ചടങ്ങിൽ സഫേർ സെൻട്രൽ സ്കൂളിന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗശേഷി രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വിനിയോഗിക്കണമെന്ന് ഗവർണർ പറഞ്ഞു. സഫേർ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ കൂടി കണ്ടെത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗഹാർദ്ദമാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. ഇത് തകർക്കപ്പെടാൻ പാടില്ല. ഇക്കാര്യത്തിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ഈ മഹാസ്ഥാപനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒരു കുടുംബത്തെ പോലെ ഇതിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ സ്ഥാപനം ഉയരുമ്പോൾ ഒരിക്കലും ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനെ മറക്കാതെ, ഒളവണ്ണക്കാരെ മറക്കാതെ അത് മുന്നോട്ട് പോകുമെന്ന ശുഭപ്രതീക്ഷയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ നിസാർ ഒളവണ്ണ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ശൈലജ ടീച്ചർ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ബാബു പറശ്ശേരി, എം.സി. മായിൻ ഹാജി, എ. ഷിയാലി, പവിത്രൻ പനിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ഒരു വർഷം നീളുന്ന വാർഷികാഘോഷ പരിപാടികളിൽ ജീവകാരുണ്യ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹപൂർവ്വം കൈത്താങ്ങ് പദ്ധതിക്ക് കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിർധനർക്കുള്ള സാമ്പത്തിക സഹായം, ആദിവാസി കോളനികൾ സന്ദർശിച്ചിട്ടുള്ള ഭക്ഷണ കിറ്റ് വിതരണം, മരുന്ന് വിതരണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം എന്നിവയും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ശാസ്താപ്രീതി മഹോത്സവത്തിന്റെ ഭാഗമായി